ഇന്ധനവില കൂട്ടാൻ നിർബന്ധിത സാഹചര്യമെന്ന സൂചന നൽകി കേന്ദ്ര സർക്കാർ. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ നഷ്ടം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പെട്രോളിനും ഡീസലിനും വില കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കേന്ദ്രത്തിന്റെ പ്രതികരണം. രാജ്യത്ത് ഇന്ധനവില കൂട്ടാൻ നിർബന്ധിത സാഹചര്യമുണ്ടെന്ന സൂചനയാണ് കേന്ദ്രത്തിന്റേത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രതിദിനം 1000 കോടി രൂപ നഷ്ടം നേരിടുന്നതിൽ ആശങ്കയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. LNG and LPG, when this crisis began, there were some concerns, but we converted the challenge into an opportunity. We have ramped up our domestic production of LPG. 2 ദിവസത്തിനുള്ളിൽ പെട്രോളിനും ഡീസലിനും 5 രൂപ വരെ കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കേന്ദ്രത്തിന്റെ പ്രതികരണം. എന്നാൽ ഇന്ധനക്ഷാമം ഇല്ലാത്തതിനാൽ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലില്ല. വിതരണത്തിന് തടസ്സമില്ലെന്ന് എണ്ണ കമ്പനികളും വ്യക്തമാക്കി. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറുകളുടെ വില 50 രൂപ കൂട്ടിയേക്കുമെന്നും സൂചനയുണ്ട്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഘാതം നിയന്ത്രിക്കുന്നതിന് സാധ്യമായ നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും ധനകാര്യ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥർ റിസർവ് ബാങ്കുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. രാജ്യത്ത് LPGയുടെ ആവശ്യകത പ്രതിദിനം 90,000 മെട്രിക് ടണ്ണിൽ നിന്ന് 75,000 മെട്രിക് ടണ്ണിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര ഉത്പാദനം പ്രതിദിനം 54,000 മെട്രിക് ടണ്ണിലേക്ക് വർദ്ധിക്കുകയും ചെയ്തു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.